അന്നല്ലേ കോരി കൊണ്ടുപോകാം. നെറ്റിലാകുമ്പോൾ പെട്ടെന്ന് കോരാനും പറ്റില്ല. കോരി വിചാരിക്കുന്ന പോലെ കിട്ടും. ഇപ്പോൾ രണ്ടാളെ വരണുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ മറ്റേ ആ മനുഷ്യൻ വരുന്നില്ല. ഇത്തിരി പ്രായമായ തലമുടി നരച്ച ഒരാൾ. ഇപ്പോൾ 3 ആളാണ് വരുന്നത്. നല്ല ഉയരത്തിലൊരു മനുഷ്യനുണ്ട്. 4 ആൾ വരണ്ടായിരുന്നു. വലിയ ഇഷ്ടപ്പെട്ടത് വിട്ട് കഴിഞ്ഞാൽ ഇത് ബന്ധമില്ല. അയ്യോ മറ്റത് നന്നായി കിടന്ന് പണിയുണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നതേ ഒരു 5 മിനിറ്റ് വരെ ഇരിക്കുന്നു. കഷ്ടമായിട്ടതിനൊക്കെ അങ്ങനെ പണിയിട്ട് ഉണ്ടായിട്ട് എന്നിട്ട് അമ്മ മറ്റേ മക്കൾ തന്നെയല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം. ആൾക്ക് റെസ്റ്റ് ഉണ്ട്. ആളിങ്ങനെ നടന്ന കാര്യം അതിലെ പോയി ഇതിലെ പോയി ആള് അറിയാതെ ആളങ്ങനെ പണിയില്ലാണ്. അങ്ങനെ വന്നാലും ആള് വിശ്രമിച്ചും പാട്ട് വെച്ചും ഇങ്ങനെ ആള് രസിച്ച് വിശ്രമിക്കുന്ന സമയം ആളിങ്ങനെ നടക്കും. വർത്താനം പറഞ്ഞ ആരെങ്കിലോടൊക്കെ വർത്താനം പറഞ്ഞ് എന്തെങ്കിലും ഇതാക്കി ആൾ നടക്കും. കുറ്റൊക്കെ തന്നെ പണി. മെറ്റലും മണലും കൂട്ടുമ്പോൾ ആള് കൂടെ കോരാനോ പിടിക്കാനോ അന്നൊന്ന് പിടിച്ച് കൊണ്ടുവിടാനോ ഒന്നും കഷ്ടമായിട്ടതിനൊക്കെ അങ്ങനെ ഇട്ട് പണി. എന്നാൽ മെറ്റൽ മുഴുവൻ അത് പരുക്കനായാലൊക്കെ കോരിയിട്ട് കൂട്ടി ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് വിശ്രമമുണ്ട്. അതുവരെ ഒറ്റയ്ക്ക് നിന്നിട്ട് വിശ്രമമുള്ള ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇരിക്കുക എന്ന് പറയുന്നത് മാറ്റമോ ചോട്ടത്തെ കഴിഞ്ഞല്ലേ നോക്കിയാൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. കോരനുണ്ട്. മണ്ണ് കോരി കൊണ്ടുപോകും. മണ്ണ് അവിടെ കട്ട കിടക്കുന്നതിൽ കട്ടയും മണ്ണൊക്കെ അതാ മണ്ണെണ്ണ കളയുന്നതിൽ കഴിഞ്ഞ ഇത്തിരി അതല്ലാതെ മതി. ചക്ക ഇത്തിരി ചീഞ്ഞു പോയല്ലേ, വെറുതെ ചീഞ്ഞു പോയെങ്കിൽ നല്ലത്. ചക്ക ചീഞ്ഞില്ലെങ്കിൽ കുറച്ച് കിട്ടിയ പിന്നെ നല്ല ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരവിടെ ഇല്ലേ? കഴിഞ്ഞ കൊല്ലം കുറേ ഇടാന്നല്ലോ. അത് 2-3 വട്ടം തന്നില്ലേ? ലാസ്റ്റ് ബേസിൻ്റെ അവിടെ നിന്ന് കുറേ കിട്ടി. അവിടെ ആയിട്ടില്ല തോന്നുന്നു. അവിടെ ആവണുള്ളൂ. അതവിടെ കുറേ ആവണം. മറ്റേ ചക്ക ഇടിയൻ ചക്കയും പയറിട്ട് വെച്ച നല്ല ടേസ്റ്റാ. ഇടാൻ എനിക്ക് സമയമില്ല. എനിക്ക് ലൈവ് ഇടണം. 2 മണിയാവും. ഇനി 4 മണി കഴിഞ്ഞിട്ട് സമയമുള്ളൂ. പിള്ളേരന്ന് പോയപ്പോ നിനക്ക് പിള്ളേർക്ക് തോന്നിയില്ല പോവാൻ? നിനക്ക് അത്രയും പോലെ തോന്നിയില്ലല്ലോ. ഞാനെങ്ങടേലും പോവാറില്ല. അവര് എന്തൊക്കെ പറഞ്ഞാലും കാര്യം എന്ത് പറഞ്ഞാലും മറ്റേ 2 നല്ല ചക്ക പോയി കണ്ടു പോകുന്നില്ല. ഇനി പൂരത്തിന് വരും. ഇനി പൂരത്തിന് വരില്ലേ? പൂരത്തിന് വരുന്നുണ്ട്. മല കയറാൻ വരില്ല, പൂരത്തിന് വരുന്നുണ്ട്. പൂരത്തിന് 3 ദിവസം കൂടി ഉള്ള. ഇനി എല്ലാരും കൂടി പോണ്ട മല കയറി. കറുത്തിരിക്കുന്നതിനെ അത് പറിച്ചു.
ചക്ക പച്ച നല്ല രസമാണ്. ഈ പഴുത്തത് മാത്രമേ ഈ കൊള്ളില്ല. വാടി പഴുത്ത കൊള്ളില്ല. പച്ച പച്ച നല്ലതാ. ഒന്നിനും ഒന്നും മെച്ചം. ഏ? ഒന്ന് ഗുണമില്ലെങ്കിൽ ഒന്ന് ഗുണമുണ്ട്. അല്ല പച്ച പച്ച നല്ലതാ തിന്നാൻ. തള്ളയില്ലെങ്കിൽ ഒന്നും ഇങ്ങനെ കിട്ടില്ലേ, തരൂല്ലേ. എവിടെ തള്ളയുള്ളപ്പോൾ തന്നെ ഒരു ചക്ക തന്നിട്ടില്ല. ആരും ഇല്ലാത്ത കാരണം ഇപ്പം തരണതാ. ആരും കൂട്ടില്ലേ. അതിന് വേണ്ടേ വീണ്ടും പറയാനൊക്കെ. മറ്റേ ചക്കയിട്ട ആദ്യം ഉള്ള മുതലാളിമാർക്ക് കൊടുത്തിട്ട് നമുക്ക് തരും. അതും പേരിന് ആരും ഇല്ല ഇപ്പോൾ. അത് കാരണം വലിയ വലിയ ആൾക്കാർക്കൊക്കെ കൂട്ടും കാര്യങ്ങളൊക്കെ. മധുരം എന്ന് പറയുന്നത് ഇല്ലേ അത്? നീ പറയണ നല്ല മധുരം ഉണ്ട്. അത് അങ്ങനെയല്ലല്ലോ. എന്ത് കൂട്ടായാലും എന്തിൻ്റെ എന്തായാലും അങ്ങനെയല്ല പറയാം. അയ്യോ ചേച്ചി ഇങ്ങനെ ഇരുന്നാലും എന്തും മധുരം അതിന്. മധുരം ഒന്നും ഇല്ല. അന്ന് കുഞ്ഞാപ്പി പിള്ളേർ വന്ന് കപ്പങ്ങ പഴുത്തതും 2 പച്ചയും കൊണ്ടുപോയി, 2 പഴുത്തതും കൊണ്ടുപോയി. ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവോ അവിടേക്ക് അതിന് ആരും എത്തില്ല. രാജേഷ് പോകണമെങ്കിൽ രാജേഷിന് മൂത്രമൊഴിക്കാൻ നേരമില്ലാത്ത രാജേഷ് പോയി അവിടെ അവരെ പോകണമല്ലോ. ഈ വഴിക്കൊന്നും ഇപ്പൊ കാണാറില്ല കുറേ. പൂരത്തിനെ കാണാ വയ്യണ്ട ഇതൊക്കെ അറിഞ്ഞണ്ടാവും. വരാൻ നേരമില്ലാത്തുണ്ട്. വരണ്ട അല്ലാണ്ട് നേരമില്ല വരണം. റബ്ബർ കേട്ടമ്മല്ലേ അപ്പോനെ പറയും. ചേട്ടൻ 40 നമ്മളോട് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞൂലേ? ഞാൻ വിചാരിച്ച് പറയുന്നു. ആ നമ്മൾ ഇത്രയും ഇതായി ഒന്നും പറഞ്ഞില്ലല്ലോ. ഭയങ്കര ആൾക്കാർ താങ്ക ചേച്ചിക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. താങ്ക അതിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടോ. പിന്നെ അവരാൾക്കാരുണ്ടല്ലോ, ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു. പിന്നെ അതിൻ്റെ 40 അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ടല്ലോ. അതിനൊന്നും ഒരു വിഷമവും ഇല്ല. തളക്കി ഇതായും മോനും ഇങ്ങനെയാണ്. ഒരു വിഷമം പോലും ഇല്ല. ഈ മോളെ വരുമ്പോൾ നല്ലോണം നോക്കും. അതാൾക്ക് വിഷമമില്ലാത്ത. ഇവിടെ എങ്ങനെയായാലും അവിടെ ആ മോളും അവർ കൊണ്ടുപോയി നോക്കിക്കോളും. അതാണ് തള്ളക്ക് വലിയ കുഴപ്പമില്ലാത്ത. അല്ലെങ്കിൽ വിഷമം ഉണ്ടാവും.